ഗുഡ് മോർണിംഗ് എവരിബഡി. പ്രൈസ് ലോർഡ്. നിങ്ങൾ ശ്രവിക്കുന്നു ജീവൻ്റെ അപ്പം. നമ്മൾ സ്വർഗസ്വനായ പിതാവിൻ്റെ നാമം എങ്ങനെ വിശദീകരിക്കപ്പെടണം എന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യേശു പഠിപ്പിച്ച പ്രാർത്ഥനയാണല്ലോ മത്തായിയുടെ സുവിശേഷം 6:9. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശദീകരിക്കപ്പെടണമേ. ഞാൻ കുറേ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. എന്തുകൊണ്ടാൽ വിശുദ്ധി എന്ന സബ്ജക്റ്റ് ഭയങ്കര ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, ഒത്തിരി പ്രാമുഖ്യതയുള്ള. എന്തുകൊണ്ടെന്നാൽ നമ്മൾ വിശുദ്ധ ജീവിതം നയിച്ചില്ലെങ്കിൽ ദൈവത്തെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. വിശുദ്ധ ജീവിതം നയിച്ച് മാത്രമേ കർത്താവിന് നമ്മളെ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ, കർത്താവിനൊരു സാക്ഷിയായി നിൽക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ വിശുദ്ധയോടെ നടന്നാൽ എല്ലാ അവയവങ്ങളെയും കൊണ്ട് നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്തണമെന്നാണ് നമ്മൾ ഇത്രയും നാളും കണ്ടത്. സോ ഇപ്പോൾ ഇന്ന് സംസാരിക്കുന്നത് ഡ്യൂട്രോണമി ചാപ്റ്റർ 14:2. ആവർത്തന പുസ്തകം അതിൻ്റെ 14:2 പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് മക്കളാകുന്നു. നമ്മളെല്ലാവരും മക്കളാണ്. പറഞ്ഞ് ഞാനൊരു മകനാണ്, ഞാനൊരു മകളാണ്. മരിച്ചവന് വേണ്ടി നിങ്ങളെ മുറിവേൽപ്പിക്കുകയോ നിങ്ങൾക്ക് അതൊന്നും ചെയ്യരുത്. നിൻ്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമല്ലോ. ഒന്നാമത് പറയുന്നു, നമ്മൾ ദൈവത്തിന് മക്കളാണ്. നമ്മളെ ദൈവം യേശു ക്രിസ്തുവിൽ കൂടി മക്കളാക്കിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1:12 പറയുന്നു, യേശുവിനെ സ്വീകരിച്ച യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും പ്രിയ മക്കളാകാൻ പിതാവ് അവർക്ക് അധികാരം കൊടുത്തു. അപ്പോൾ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുകയല്ല. ദൈവം സൃഷ്ടിച്ചു, അത് ജനവും മനുഷ്യരുമാണ്, ജനവും ദൈവമാണ്. അങ്ങനെയുള്ള റിലേഷനായിരുന്നു പഴയ നിയമത്തിൽ. പക്ഷേ യേശുക്രിസ്തു വന്ന് സ്വന്തം രക്തം ഉരുത്തന്ന് നമ്മളെ പിതാവിലേക്ക് അടുപ്പിച്ചു. ആ രക്തത്താൽ നമുക്ക് പിതാവിലേക്ക് അടുപ്പമുണ്ട്. അങ്ങനെ നമ്മളെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ മാത്രം മക്കൾ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ ആ മക്കളാണെന്ന് ആദ്യം പറയുന്നു. പിന്നെ മക്കളെ ആണെങ്കിൽ അവകാശികളാണ് എന്ന് ബൈബിൾ പറയുന്നല്ലോ. മക്കൾക്ക്, നമ്മുടെ മക്കൾക്കല്ലേ എല്ലാ അവകാശമുള്ളത്. അപ്പോൾ ഈ ഭൂമിയും സമ്പൂർണ്ണതയും എല്ലാം ദൈവത്തിൻ്റെയാണ്. സ്വർഗം സിംഹാസനം, ഭൂമി പാദപീഠം. ഭൂമിയിലുള്ള എല്ലാം ദൈവത്തിൻ്റെ, നമ്മുടെ പിതാവിൻ്റെയാണ്. അപ്പോൾ പിതാവിനുള്ള എല്ലാം മക്കൾക്ക് അവകാശമുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ പൊസസ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത് പറയുന്നു, നിൻ്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമല്ലോ എന്ന്. നമ്മൾ വിശുദ്ധ ജനമാണ്. മക്കളാണെങ്കിൽ വിശുദ്ധ ജനമായിട്ട് നടക്കണം. അങ്ങനെ നടന്നാലേ നമ്മൾ സ്വർഗീയ പിതാവിനെ നാമം വിശദീകരിക്കപ്പെടാൻ സാധിക്കുകയുള്ളൂ, മഹത്വപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ സകല ജാതികളെയും പോലെ നടക്കരുതെന്ന്. ഇപ്പോൾ നമ്മുടെ അയൽവക്കാർ, നമ്മുടെ ലോകത്തിലുള്ളവർ, അന്യജാതിക്കാർ, ദൈവത്തെ അറിയാത്തവർ, ദുഷ്ടപ്രവർത്തികൾ, ദുഷ്ടർ, നീതിമാന്മാരല്ലാത്തവർ, അവരെ പോലെ നടക്കരുത് എന്ന്. നിങ്ങൾ ദൈവവചനമൊക്കെ കേട്ട് വിശുദ്ധിയിൽ വളരുകയാണ്. ദൈവവചനം കേട്ട് ദൈവത്തിൻ്റെ മക്കൾ എപ്രകാരം നടക്കണം, എപ്രകാരം ദൈവത്തിന് വേണ്ടി ജീവിക്കണം, എപ്രകാരം സ്വർഗത്തിലെത്തണം, ഇതാണ് നമ്മൾ പഠിപ്പിക്കുന്ന മുഴുവൻ. യു ആർ സെർവിങ് എ നോൺ ഗോഡ്, യു ആർ നോട്ട് സെർവിങ് എൻ അൺനോൺ ഗോഡ്. നമുക്കറിയില്ലാത്ത ദൈവത്തെ ഇത്രയും നാളും നമ്മൾ പൂജിച്ചു, പ്രാർത്ഥിച്ചു. പക്ഷേ ഇപ്പോൾ സത്യദൈവത്തെ അറിയുന്നു. സത്യദൈവത്തെയാണ് ആരാധിക്കേണ്ടത്, പൂജിക്കേണ്ടത്. ഒന്നാമത് തന്നെ മക്കൾ, രണ്ടാമത് തന്നെ നമ്മൾ വിശുദ്ധ ജനമെന്ന്. ഇത് ഇസ്രായേൽ മക്കളോട് പറഞ്ഞ കാര്യമാണ്. നമ്മളോട് ദൈവം പറയുന്നത് നോക്കാം. 1 പത്രോസ് അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 9 പറയുകയാണ്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി. ഒന്നാമത് തന്നെ ഒരു ഡിഫറെൻറ്റ് ജാതിയാണ്. രാജകീയ പുരോഹിത വർഗമാണ്, രാജാക്കന്മാരും പുരോഹിതന്മാരുമാണ് നമ്മൾ. പിന്നെ വിശുദ്ധ വംശമാണെന്ന്, വിശുദ്ധരാണെന്ന്. പിന്നെ സ്വന്തം ജനം, ദൈവത്തിന് സ്വന്തമാണ്. പറഞ്ഞേ, ദൈവത്തിന് ഞാൻ സ്വന്തമാണ്. അപ്പോൾ മുമ്പേ നമ്മൾ ജനമല്ലാത്തവർ, കണ്ടോ, മുമ്പേ വേറെ ദൈവത്തെ ആരാധിച്ചു. അപ്പം നമ്മൾ ജനമല്ലായിരുന്നു, മുമ്പേ നമ്മൾ പിതാവിൻ്റെ മക്കളല്ലായിരുന്നു. ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം, ഇപ്പോഴോ ദൈവത്തിൻ്റെ മക്കളാണ്. കരുണ ലഭിക്കാത്തവരായിരുന്നു മുമ്പേ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. എത്ര പേർക്ക് സന്തോഷമുണ്ട്. അപ്പം ദൈവം എങ്ങനെയാണ് നമ്മളെ വിളിച്ചത്? നമ്മൾ ജാതികളെ പോലെ ആകരുത്. നമ്മൾ അന്യജാതികളെ പോലെ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ധരിക്കും, ഈ ലോകത്തിലെ മാത്രമേ ഉള്ളവർക്ക് ചിന്ത. സ്വർഗരാജ്യത്തിൽ നിക്ഷേപം സമ്പാദിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. നിങ്ങളുടെ നിക്ഷേപം എല്ലാം സ്വർഗത്തിൽ നിക്ഷേപിക്കുക, എല്ലാം സ്വരൂപിക്കുക. ഇവിടെ നിക്ഷേപം വെച്ചാൽ എന്താ നമുക്കറിയാം, ബാങ്ക്രപ്റ്റ് ആകും, കള്ളം മരുന്ന്, അല്ലെങ്കിൽ തുരുമ്പ് പിടിക്കും, ചിതൽ അരിക്കും. അങ്ങനെയൊക്കെയാണ് യേശു പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 20 തുടങ്ങി വായിച്ചാൽ അങ്ങനെയുണ്ട്. അപ്പോൾ നമ്മൾ ഒരു വ്യത്യസ്തമുള്ള ഒരു ജനമാണ്. ഇസ്രായേൽ മക്കളും ഈജിപ്റ്റും ഉണ്ടല്ലോ, ഈജിപ്റ്റ് ഞാൻ പഠിപ്പിച്ചല്ലോ. ഈജിപ്തിലായിരുന്നപ്പോൾ അവർ
ദൈവത്തിന് പ്രിയപ്പെട്ട മക്കളായിരുന്നു. അവർ ഈജിപ്തിലുള്ളവരെ പോലെ ആകരുത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ദൈവം എങ്ങനെയാണ് അവരെ പുറത്തു കൊണ്ടുവന്നത്? ഒരു കുഞ്ഞാടിൻ്റെ രക്തം, കുഞ്ഞാടെന്ന് പറഞ്ഞാൽ ഒരു ഗോട്ട്, ഒരു ലാമ്പ്, അതായത് ഓർഡിനറി ലാമ്പ്, അങ്ങനെ അവരെ പുറത്ത് കൊണ്ടുവന്നിട്ട് നിങ്ങൾ എൻ്റെ ജനമാണ്, നിങ്ങൾ വിശുദ്ധ ജനമാണ്, നിങ്ങൾ മറ്റുള്ളവരെ പോലെ അപ്പുറത്തും ഇപ്പുറത്തും കാണുന്ന ജനങ്ങളെ പോലെ പൂജ ചെയ്യുകയോ അങ്ങനെ അവർ ചെയ്യുന്ന ചീത്ത പ്രവൃത്തികളോ പാപങ്ങളോ ഒന്നും ചെയ്യാൻ പാടില്ല. അന്ധവിശ്വാസമോ നമുക്ക് അതൊന്നും പാടില്ല. നിങ്ങൾ എൻ്റെ ജനമാണ്, പ്രത്യേകപ്പെട്ട ഒരു ജനമാണ്, എൻ്റെ മക്കളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ജീവിച്ചവരെയാണ് ദൈവത്തിന് വളരെ പ്രസാദമുള്ളത്. അവരിൽ ദൈവം പ്രസാദിച്ചു, അവരെ ദൈവം അവർക്ക് നിത്യജീവനും ഉണ്ട്. അതുതന്നെയാണ് നമ്മളോട് ദൈവം പറയുന്നത്, നിങ്ങൾ എൻ്റെ പ്രത്യേക ജനമാണെന്ന്, എൻ്റെ മക്കളാണ്, നിങ്ങളൊരു വിശുദ്ധ ജനമാണ്. അപ്പോൾ നിങ്ങൾ അന്യജാതിക്കാരെ പോലെ ഒരിക്കലും ആകരുത്. അതാണ് കർത്താവ് പറയുന്നത്. നമ്മളൊരു വിശുദ്ധ ജീവിതം നയിച്ചാൽ സ്വർഗീയ പിതാവിന് നമ്മൾ മഹത്വം കൊടുക്കുകയാണ്, അല്ലേ? വിശുദ്ധമായിട്ട് ജീവിക്കാൻ. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉപ്പ് പോലെ നിങ്ങളുടെ സംസാരം ലെറ്റ് ബി സീസൺഡ് വിത്ത് സോൾട്ട് എന്നാണ് പറയുന്നത്. ഒരു ഗ്രേസ്ഫുള്ളായ സംസാരം നമുക്ക് വരും, നമ്മുടെ പെരുമാറ്റത്തിൽ മാറ്റം വരും, നമ്മുടെ നോട്ടത്തിൽ മാറ്റം വരും, നമ്മുടെ ഇടപഴകൽ, നമ്മൾ ഹൗ വി ആറ്റിറ്റ്യൂഡ് വിത്ത് അതേഴ്സ്, അതെല്ലാം മാറും. നേച്ചർ മാറും, ക്രിസ്തുവിൻ്റെ സ്വഭാവം. ഇപ്പം ഞാൻ പറയും ബഡ് റോസ് പോലെയാണെന്ന്. ബഡ് റബ്ബറുണ്ട്, ബഡുണ്ട്, ഇന്നെല്ലാം ബഡ് അല്ലേ? ബഡ് ചെയ്ത് വെച്ചിട്ട് ആദ്യത്തെ അത് ഒരു കാട്ടുമരം, ഒരു കാട്ടുചെടിയാണെങ്കിൽ അതിലൊത്തിരി പൂവൊന്നും ഉണ്ടാകില്ല. പക്ഷേ ബഡ് ചെയ്ത് കഴിഞ്ഞ് നല്ല റോസപ്പൂവും നല്ല റബ്ബർ പാലും അങ്ങനെ എല്ലാം ബഡ് ഏത് ചെയ്തോ അതിനെല്ലാം ഇപ്പം എല്ലാം ബഡാണ്. അത് ഈ പേരയ്ക്ക കാണുന്നുണ്ട്, ആപ്പിൾ കാണുന്നുണ്ട്, മാംഗോ കാണുന്നുണ്ട്. ഇപ്പം എൻ്റെ വീട്ടിൽ പ്ലാവ്, വിയറ്റ്നാം പ്ലാവുണ്ട്. അതൊക്കെ എല്ലാം എന്താ ആ ബഡ് ചെയ്യുന്ന അതിൻ്റെ ഫലമാണ് വരുന്നത്. നമ്മൾ ബഡ് ടു ക്രൈസ്റ്റാണ്. നമ്മുടെ സ്വഭാവം അങ്ങോട്ട് മാറ്റിക്കളയുകയാണ്. അതാണ് നമുക്ക് സംഭവിക്കുന്നത്. അപ്പം നമ്മൾ യേശുവിനെ പോലെ ആകാൻ, യേശുവിനെ പോലെ വളരണം, യേശുവിനെ പോലെ നമ്മൾ സംസാരിക്കണം, പ്രവർത്തിക്കണം, വിശുദ്ധ ജീവിതം നയിക്കണം. ഇതാണ് സ്വർഗീയ പിതാവിന് തൻ്റെ മക്കളെക്കുറിച്ചുള്ള സ്വപ്നം. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവരും പറ, എൻ്റെ ദൈവമേ, അങ്ങ് വിശുദ്ധനായിരിക്കുന്ന പോലെ എന്നെയും വിശുദ്ധമാക്കണമേ. കർത്താവെ, ഞാൻ തീരുമാനിക്കുന്നു, എന്നെ അന്ധകാരത്തിൽ നിലത്ത് പ്രകാശത്തിലേക്ക് വിളിച്ചതിന് നന്ദി കർത്താവെ. ഞാനും ദൈവമേ അങ്ങേ റിപ്രസൻറ്റ് ചെയ്യും. ഞാനൊരു അംബാസഡർ ആയിരിക്കും, ഞാൻ പ്രതിബിംബിക്കും. അങ്ങ് എവിടെ പോയാലും എൻ്റെ കർത്താവിൻ്റെ നാമം ഉയർത്തുവാൻ ഞാൻ തീരുമാനിക്കുന്നുവെന്ന് എല്ലാവരും തീരുമാനമെടുക്കുക. യേശുവിൻ്റെ നാമത്തിൽ അപ്രകാരം സംഭവിക്കട്ടെ. ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.